ഹലോ ഗൈസ്, ലാസ്റ്റ് വീക്കിൽ ടെക് ലോകത്തെ ഒന്നടങ്കം പിടിച്ചു കുലുക്കിയൊരു ന്യൂസായിരുന്നു ChatGPT ഗൂഗിളിൻ്റെ ലെവൽ 3 എക്സാം പാസ്സായി എന്നുള്ളത്. സോ ഇത് കാരണം പലർക്കും മനസ്സിൽ ചോദ്യം വന്നു, പ്രോഗ്രാമേഴ്സിൻ്റെ ജോലി ChatGPT റീപ്ലേസ് ചെയ്യുമോ, ഇനി അടുത്തൊരു ഉടനെ തന്നെ ChatGPT ഉള്ളത് കാരണം ഡെവലപ്പേഴ്സിന് ജോലിയില്ല, നഷ്ടപ്പെടുമോ, അതിൻ്റെ കൂടെ ആമസോണും ഫേസ്ബുക്കും ഗൂഗിളും ഒക്കെ 10,000 എംപ്ലോയീസിനെ പിരിച്ചുവിട്ടപ്പം ടെക് ലോകം മുഴുവൻ ആശങ്കയിലായിരുന്നു, ജോബെല്ലാം നഷ്ടപ്പെടുമോ എന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ChatGPT പ്രോഗ്രാമേഴ്സിനെ റീപ്ലേസ് ചെയ്യുമോ, ChatGPT എന്താണ്, ChatGPT കാരണം നഷ്ടപ്പെടാൻ പോസിബിലിറ്റിയുള്ള ജോലി സാധ്യതയുള്ള മേഖലകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. സോ ഐ എം സാഹിർ, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് Edure ലേണിംഗ്. ഇന്നിപ്പോൾ ChatGPT ഒരു ഫ്രണ്ടായിട്ടോ മെൻറ്ററായിട്ടൊക്കെയാണ് എല്ലാവരും കാണുന്നത്. നിങ്ങളുടെ പണിയൊന്നും എടുക്കുന്ന 𝗪𝗵𝗹𝗹 ചെന്ന് ടീം ഉണ്ടായിരിക്കും, ഞാനാണെങ്കിൽ നിങ്ങളുടെ പണിയൊക്കെ എടുത്തോ എന്നുള്ള ചിന്താഗതിയിലാണ് പലരും ChatGPT നോക്കി കാണുന്നത്. എന്താണ് ChatGPT എന്ന് പറയുന്നത് ഓപ്പൺ AI ഡെവലപ്പ് ചെയ്ത സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഒരു AI ടൂളാണ്. ഇതിൽ നമ്മളൊരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ അതിന് ടെക്സ്റ്റ് ആയിട്ട് തിരിച്ച് റിപ്ലൈ തരാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. നമുക്ക് ലീഗലായിട്ടുള്ള എന്തിനെക്കുറിച്ചും ചോദിച്ചു കഴിഞ്ഞാൽ അത് അനായാസേന തന്നെ നമുക്കൊരു പ്രോംപ്റ്റിലോ ടെക്സ്റ്റിലൂടെ നമുക്ക് എന്താണ് ഉത്തരം നൽകുന്നതാണ്. ChatGPT എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്? ChatGPT ഡെവലപ്പ് ചെയ്ത് ഏകദേശം 7-8 വർഷം എടുത്തിട്ടുണ്ട്. ഈ 7-8 വർഷ കാലഘട്ടങ്ങളിൽ ChatGPTയെ കൊണ്ട് ബില്യൺസ് ഓഫ് ബൈറ്റ്സ് ഓഫ് ഡേറ്റ വെച്ച് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ട്രെയിൻ ചെയ്ത ഡേറ്റയിൽ നിന്നൊരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ പാറ്റേൺ അനുസരിച്ചിട്ടാണ് നമ്മൾ ചോദിക്കുന്ന പ്രോംപ്റ്റിന് എന്താണ് ChatGPT റിസൾട്ട് തരുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഹ്യൂമൻ ബീയിങ്, നിങ്ങൾക്കൊരു 10 വേർഡ് കാണാതെ പഠിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് പറ്റുമായിരിക്കും. 50 വേർഡ് കാണാതെ പഠിക്കാനോ കുറച്ച് പാടായിരിക്കും, എങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കൊരു 1000 വേർഡ്സ് റിമെമ്പർ ചെയ്തിരിക്കാൻ പറ്റും. പക്ഷേ അതിന് കുറച്ച് സമയം എടുക്കും, നമുക്ക് അതിൻ്റെ ബാക്കിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ബില്യൺസ് ഓഫ് വേർഡ്സ് റിമെമ്പർ ചെയ്തിരിക്കാൻ പറ്റും, ഒരിക്കലും പറ്റത്തില്ല. അത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആയുസിന് കൂടുതൽ സമയം വേണ്ടി വരിക, അത്രയും വേർഡ്സ് റിമെമ്പർ ചെയ്തിരുന്നു അതിൻ്റെ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതാണ് ChatGPT നമ്മളെ വ്യത്യാസം എന്നാണ്. ChatGPT എന്നുള്ള AI ടൂളാണ്. അതിന് നമ്മൾ ഹ്യൂമൻ ബീങ്സിനെ പോലെ കൺസ്ട്രെയിൻസ് ഒന്നുമില്ല, അതിന് ഇമോഷൻസ് ഇല്ല, ഡിസിഷൻസ് മേക്ക് ചെയ്യാനുള്ള പവർ ഇല്ല. നമ്മൾ എന്ത് കൊടുക്കുന്നു അതിനെക്കുറിച്ച് അത് പഠിച്ച് പാറ്റേൺസ് ഉണ്ട്. അത് എത്ര ബില്യൺസ് ഓഫ് ബൈറ്റ്സോ അല്ലെങ്കിൽ എത്ര ട്രില്യൺസ് ഓഫ് ബൈറ്റ്സ് ഓഫ് ഡേറ്റ കൊടുത്താൽ അത് പഠിച്ച് അതിനുള്ള ഉത്തരം അതിന് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ChatGPTയും ഹ്യൂമൻ ബീങ്സ് തമ്മിലുള്ള പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞൊരു 2 മാസക്കാലം കൊണ്ട് ChatGPTയെ 1 കോടി യൂസേഴ്സ് ChatGPT രജിസ്റ്റർ ചെയ്ത് യൂസ് ചെയ്ത് തുടങ്ങി എന്നുള്ള വാർത്തയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇനി പറയാൻ വേണ്ടി പോകുന്നത് ChatGPT ഹ്യൂമൻ ബീങ്സിനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ChatGPT എന്ന് പറയുന്ന ഒരു AI ടൂളാണ്. അതിന് ബില്യൺസ് ഓഫ് ബൈറ്റ്സ് ഓഫ് ഡേറ്റ വെച്ച് ട്രെയിൻ ചെയ്തതാണ്. ഈ ട്രെയിൻ ചെയ്ത ഡേറ്റകൾ ഇൻ്റർനെറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ ട്രെയിൻ ചെയ്തിരിക്കുന്നതെന്ന് ഓപ്പൺ AI വൃത്തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തെറ്റായ ഡേറ്റ വെച്ചും ChatGPT ട്രെയിൻ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, അല്ലേ? അപ്പോൾ തെറ്റായ ഡേറ്റ വെച്ചാൽ ChatGPT ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് തെറ്റായിട്ടുള്ള ഉത്തരങ്ങൾ തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ കഴിഞ്ഞ ദിവസം -5 ആണോ 4 ആണോ ഗ്രേറ്റർ എന്നുള്ളൊരു ചോദ്യം ChatGPTയോട് ചോദിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായ ഒരു എക്സ്പ്ലനേഷനൊക്കെ നൽകാൻ പറ്റുന്നുണ്ടെങ്കിലും ChatGPT തന്നെ കൺഫ്യൂസ്ഡ് ആയിപ്പോൾ ഏതാണ് കറക്റ്റ് ഉത്തരം, ഏതാണ് സ്മോൾ, ഏതാണ് ലാർജ് എന്നുള്ളത് തുടക്കത്തിൽ അത് പറയാൻ വേണ്ടിയിട്ട് കൺഫ്യൂസ്ഡ് ആയിപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിൽ കൊടുക്കുന്നു. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ട്രെയിൻ ചെയ്തിട്ടുള്ള ഡേറ്റയിൽ നിന്ന് പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് മാത്രമേ ChatGPTക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനൊന്നും ChatGPT ക്യാപ്പബിലിറ്റി ഇല്ല. ഞാൻ ChatGPT പ്രോഗ്രാമേഴ്സിനെ റീപ്ലേസ് ചെയ്യുന്നുള്ള ചോദ്യം ChatGPTയോട് തന്നെ ചോദിച്ചായിരുന്നു. അതിനുള്ള ഉത്തരം ChatGPT തന്നെ പറഞ്ഞത് നോ എന്നുള്ളതാണ്. ഇതിന് ChatGPT എന്ന് പറഞ്ഞ ഉത്തരം എന്ന് പറയുന്നത് കുറച്ച് ടാസ്കുകൾക്ക് ഹ്യൂമൻസിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ അത് പറ്റത്തുള്ളൂ, അല്ലാതെ അത് എറർ കറക്ഷൻ ചെയ്യാനോ തെറ്റ് ഏതാണ് ശരിയാണെന്നുള്ളത് വേർതിരിച്ചെടുക്കാനോ ഒന്നും ChatGPT കഴിയത്തില്ല എന്നുള്ളതാണ്. അല്ലാതെ ഒരു പ്രോഗ്രാമിന് വേണ്ട ക്രിറ്റിക്കൽ തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ് ക്യാപ്പബിലിറ്റി ഇതൊന്നും ChatGPTക്ക് ഇല്ല എന്നുള്ളതാണ് അത് പറഞ്ഞത്. സോ പ്രോഗ്രാമേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്ന ടെക് ജോബ് നോക്കുന്ന ആൾക്കാർ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത്തരത്തിലുള്ള ടൂളുകൾ കണ്ട് ഒരിക്കലും വ്യാകുലതപ്പെടേണ്ട. നിങ്ങൾക്ക് അടുത്ത 10, 15 അല്ലെങ്കിൽ 20 വർഷത്തേക്ക് നിങ്ങളുടെ ഗ്രോത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിന് ChatGPT പോലത്തെ AI ടൂൾസിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് 15 വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ എന്താണ് ഇപ്പം കാണുന്ന രീതിയിലായിരിക്കും കരിയറെന്നും ഇപ്പം കാണുന്ന ജോബ് എന്ന് കാണുമോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം 15 വർഷങ്ങൾക്ക് മുമ്പുള്ള പല ജോബുകളും ഇന്നിപ്പം നിലവിലില്ല. പക്ഷേ AI സ്റ്റിൽ എക്സിസ്റ്റ് ആവും, നമ്മളിപ്പം കാണുന്ന കമ്പ്യൂട്ടേഴ്സിൽ എക്സിസ്റ്റ് ആവും, വേറെ വകഭേദത്തിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മൊബൈൽസിൻ്റെ വേറെ വേർഷൻസ് ഒക്കെ എക്സിസ്റ്റ് ആവുമായിരിക്കും 15 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ വേറെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും മൊബൈൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തിരുന്നാലും അവിടെയൊക്കെ ഒരു ഡിസിഷൻ മേക്കിംഗ് ക്യാപ്പബിലിറ്റി ഉള്ള ഇമോഷണലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സിൻ്റെ ആവശ്യം എന്തായിരുന്നാലും ഉണ്ട്. അവിടെ ഒരു AI ടൂളിനും നിങ്ങളെയൊന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. രണ്ടാമതായിട്ട് നിങ്ങൾ ചോദിക്കും, ChatGPT പ്രോഗ്രാമിംഗ് കോഡ്സ് ഒക്കെ എഴുതത്തില്ലേ, ഓഡ് ഓർ ഈവൻ നമ്പർ അല്ലെങ്കിൽ 2 സ്ട്രിങ്സിനെ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അത് ചെയ്യത്തില്ല, പിന്നെ എന്തിനാണ് ഞാൻ അതിനൊക്കെ പഠിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാനുള്ളത്.
പോസിബിലിറ്റി. ഇതിന് എനിക്ക് ഉത്തരം എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു പ്രോഗ്രാമിംഗ് എന്നുള്ള സ്കില്ലാണ്. ആ സ്കില്ല് ലേൺ ചെയ്യാനായിട്ട് ബേസിക് ആയിട്ടൊരു ജേർണി ഉണ്ട്. ആ ജേർണിയുടെ ഇടയ്ക്കാണ് നിങ്ങൾ എന്താണ് ഈ പറഞ്ഞ സ്ട്രിങ് കോൺകാറ്റിനേഷനും അല്ലാന്നുണ്ടെങ്കിൽ ഓർഡർ ഈവൻ നമ്പർ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസ് ഒക്കെ എഴുതുന്നത്. ബട്ട് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ നിങ്ങളറിയാം നിങ്ങളുടെ ഉള്ള ഈ പ്രോഗ്രാമിംഗ് ക്യാപ്പബിലിറ്റി വളർന്നുകൊണ്ടേയിരിക്കും. ഇന്നിപ്പം ഇത്തരത്തിലുള്ള കുഞ്ഞു പ്രോഗ്രാംസ് ആണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഹൂ നോസ് അടുത്തൊരു 5 വർഷം കഴിഞ്ഞിട്ട് ChatGPT ബെറ്റർ ടൂൾസോ നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള ക്യാപ്പബിലിറ്റി ഡെഫിനറ്റ്ലി വന്നിട്ടുണ്ടായിരിക്കും. സോ ChatGPT കോഡ് എഴുതുന്നുണ്ട്, അപ്പോൾ ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ചിന്തയൊക്കെ നിങ്ങൾ മാറ്റി വയ്ക്കുക. ഡെഫിനറ്റ്ലി നിങ്ങളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിൽ ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ടോടി എന്താണ് പഠിക്കേണ്ടത്, എന്താണ് പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഫ്രീലാൻസ് ആയിട്ടോ ടെക് ജോബോ ഒക്കെ ഡെഫിനറ്റ്ലി അടുത്ത 6 മാസം നേടാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ ഒരു കരിയർ ഡെവലപ്മെൻറ്റും അല്ലെങ്കിൽ കരിയറിനെ കുറിച്ച് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് മീ അറ്റ് 9746211123. രണ്ടാമതായിട്ട് നമ്മൾ ChatGPT ഒരു കമ്പനി പ്രോഗ്രാമിങ്ങിൻ്റെ കോഡൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ChatGPTക്ക് ഒരിക്കലും ലെജിറ്റ് കോഡ് ഏതാണ്, കോപ്പിറൈറ്റ് കോഡ് ഏതാണെന്നുള്ള തിരിച്ചറിയാൻ ഉള്ള പോസിബിലിറ്റി. അപ്പോൾ കോപ്പിറൈറ്റ് ആയിട്ടുള്ള ഒരു കോഡ് ഒരു കമ്പനി ChatGPTയിൽ നിന്ന് കോപ്പി അടിച്ച് ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലയൻസ് അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കമ്പനിയെ പിന്നെ ചിലപ്പം ഡീബാർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കമ്പനി ആ ഒറ്റ കാരണം കൊണ്ട് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാനുള്ള എത്ര വലിയ കമ്പനി ഇൻഫോസ് ആണെങ്കിലും TCS ആണെങ്കിലും വൈൻഡപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഡെഫിനറ്റ്ലി ഉണ്ട്. സോ അത്തരത്തിലുള്ള സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് കമ്പനീസ് ഒരിക്കലും ChatGPT പോലത്തെ AI ടൂൾസിന് അറ്റ് ദിസ് പ്രസൻറ്റ് സിറ്റുവേഷൻ ഒരിക്കലും കൺസിഡർ ചെയ്യത്തില്ല. സോ അതുകൊണ്ട് എന്താണ് അവർക്ക് ഹ്യൂമൻസിനെ ആ ഒരു സാഹചര്യത്തിലൊക്കെ അവർക്ക് ആവശ്യമുണ്ട്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ChatGPT കാരണം അടുത്ത 10-15 വർഷം പ്രോഗ്രാമേഴ്സിൻ്റെ ജോബൊന്നും ഒരിക്കലും പോകത്തില്ല എന്നുള്ളതാണ്. മറിച്ച് ചിലപ്പം ChatGPT കാരണം ഒരു പ്രോഗ്രാമിംഗ് കൾച്ചറിൽ എൻ്റർലി ഷിഫ്റ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത്തരത്തിലുള്ള ടൂൾസ് കാരണം കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഹ്യൂമൻ ലൈഫ് ബെറ്റർ ആവും, ഹ്യൂമൻസിന് കൂടുതൽ പ്രൊഡക്റ്റീവ് ആവും. ഹ്യൂമൻസും മണിക്കൂറോളം ഇന്നെടുത്ത് എഴുതുന്ന കോഡുകളൊക്കെ ചിലപ്പോൾ മിനിറ്റുകൾ കൊണ്ട് എഴുതാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഹ്യൂമൻസിൻ്റെ ക്യാപ്പബിലിറ്റി വേറെ ഏരിയസിലേക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ChatGPT വെച്ച് തോന്നുന്നത്. സോ ടെക് ജോബ് നേടാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ടെക് ജോബ് കറൻറ്റ്ലി ചെയ്തിട്ടിരിക്കുന്നവർ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. സോ ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു, upskill yourself, go behind better opportunities and live a better life. So I'm Sahir signing off. Thank you.